പ്രിയപ്പെട്ടവരെ, ഇന്ന് 40-ാം വെള്ളിയാഴ്ചയാണ്. കഴിഞ്ഞ 40 ദിവസങ്ങളിൽ നാം നോൻപിലും ഉപവാസത്തിലുമായിരുന്നു. അതിൻ്റെ അവസാനത്തിൽ നാം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനിയും നാം പീഡാനുഭവ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഈ 40 ദിവസങ്ങളിലെ നോയമ്പും ഉപവാസവും ലക്ഷ്യം വയ്ക്കുക നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവവും മരണവുമാണ്. അവൻ്റെ പീഡാനുഭവവും മരണവുമാണ് നമുക്ക് രക്ഷ സാധ്യമാക്കിയ മഹാസംഭവം. ബൈബിളിൽ 40 ദിവസം നോയമ്പും ഉപവാസവും അനുഷ്ഠിച്ച കഥാപാത്രങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. 3 പേരാണവർ. 1 മോശ, 2 ഏലിയ, 3 നമ്മുടെ കർത്താവായ യേശു മിശിഹ. മൂവരും ഒന്നിച്ച് താബോർ മലയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന സംഭവം നമുക്കറിയാമല്ലോ. മോശ സീനായി മലയിൽ 40 ദിവസം ഉപവസിച്ചപ്പോൾ ദൈവം തന്നെ പ്രത്യക്ഷപ്പെട്ട് മോശയോട് സംസാരിച്ചു. മോശയുടെ മുഖം പ്രകാശപൂരിതമായി. അവൻ ഉടമ്പടിയുടെ കൽപ്പനകൾ ദൈവകരങ്ങളിൽ നിന്നും സ്വീകരിച്ചു. ഏലിയ ആകട്ടെ 40 ദിവസം ഉപവസിച്ചപ്പോൾ അവൻ ഉടലോടെ അഗ്നിരഥത്തിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. പുതിയ നിയമത്തിൽ 40 ദിവസം ഉപവസിച്ചത് നമ്മുടെ കർത്താവാണ്. ഇത് നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമായ സംഭവമാണ്. നമുക്കൊരു വലിയ മാതൃകയുമാണ്. സുവിശേഷത്തിൽ പറയുന്നു, പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവിടെ 40 ദിവസം അവൻ ഉപവസിച്ചു എന്ന്. പിശാച് യേശുവിനെ 3 വിധത്തിലാണ് പരീക്ഷിച്ചത്. ഒന്നാമത്തേത്, വിശപ്പിന് ശരീരം അപ്പം ആവശ്യപ്പെടുന്നു. ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ, ജഡമോഹങ്ങൾ, അതിനെ തൃപ്തിപ്പെടുത്തുവാൻ അവ വീണ്ടും വീണ്ടും ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. നമുക്കറിയാം, മനുഷ്യൻ ശരീരം മാത്രമല്ല, ആത്മാവ് കൂടിയാണ്. നമ്മുടെ ആത്മാവിൻ്റെ വിശപ്പ് മാറ്റുക ദൈവവചനം ഭക്ഷിക്കുവാൻ നാം താല്പര്യം എടുക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം എന്ന്. രണ്ടാമത്തെ പരീക്ഷ ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ നിന്നും ചാടുക എന്നുള്ളതാണ്. അതായത് അത്ഭുതങ്ങൾ കാണിക്കുക, പെരുമയും പ്രശസ്തിയും നേടുക. യേശു ഒരിക്കലും പ്രശസ്തിക്ക് വേണ്ടി പ്രവർത്തിച്ചവനല്ല. അവൻ്റെ അത്ഭുതങ്ങളെല്ലാം ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു, തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ട്. തൻ്റെ സഹോദരങ്ങളുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടും സ്നേഹത്തെ പ്രതിയായിരുന്നു യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്. ഹെറോദോസ് അത്ഭുതങ്ങൾ കാണുവാനായിട്ട് യേശുവിനോട് ആവശ്യപ്പെട്ടു. യേശു അത് ചെയ്തു കൊടുത്തില്ല. മൂന്നാമത്തെ പരീക്ഷ, പിശാച് വലിയ മലയിലേക്ക് യേശുവിനെ കൊണ്ടുപോയി തന്നെ ആരാധിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. രാജ്യവും ശക്തിയും മഹത്വവും നിനക്ക് തരാമെന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, ആരാധനയ്ക്ക് യോഗ്യൻ ദൈവം മാത്രമാണ്. അവനാണ് രാജ്യവും ശക്തിയും മഹത്വവും എല്ലാം ഉള്ളത്. അവൻ്റെ സ്ഥാനം ഏതെങ്കിലും വസ്തുക്കൾക്കോ വ്യക്തികൾക്കോ നൽകുകയാണ് എങ്കിൽ അത് പിശാചിന് നൽകുന്നത് പോലെയാണ്. അങ്ങനെ യേശു 3 പരീക്ഷകളെയും അതിജീവിച്ച് വിജയിച്ചു. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ഏറ്റവും വലിയ പ്രലോഭനം അവൻ്റെ മരണത്തിൻ്റെ മണിക്കൂറുകളിലായിരുന്നു. അതായത് തനിക്ക് മരണത്തിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള വലിയ പ്രലോഭനം ഉണ്ടായി. അതാണ് യേശുവിൻ്റെ അന്ത്യപ്രലോഭനം എന്ന് പറയുന്നത്. യേശുവിൻ്റെ ജീവിത സംഭവങ്ങളിൽ അവസാനങ്ങളിൽ നമ്മിത് കാണുന്നുണ്ട്. യേശു അവസാനമായി ശിഷ്യരോടൊന്നിച്ച് ജെറുസലേമിലേക്ക് പോവുകയായിരുന്നു. അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു താൻ മിശിഹ ആണ് എന്ന്.
പിതാവായ ദൈവം തന്നെ അയച്ചത് മനുഷ്യവംശത്തെ രക്ഷിക്കുവാനായിട്ടാണ്. അതിന് താൻ ജെറുസലേമിലേക്ക് പോയി അവിടെ വച്ച് മരിക്കേണ്ടിയിരിക്കുന്നു. അത് പിതാവിൻ്റെ കൽപ്പനയാണ്, പിതാവിൻ്റെ ഹിതമാണ്. എന്നാൽ ഏതൊരു യഹൂദനെയും പോലെ യേശുവിന് ഈ സത്യം അംഗീകരിക്കുവാൻ വളരെ പ്രയാസമായിരുന്നു. തൻ്റെ മരണത്തെ അംഗീകരിക്കുവാൻ ഏറെ പ്രയാസം യേശുവിന് നേരിട്ടു. യേശു അഭിമുഖീകരിച്ച അഗ്നിപരീക്ഷ നാം സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. അന്ത്യപ്രലോഭനത്തെക്കുറിച്ചുള്ള സൂചനകൾ. പത്രോസ് ജെറുസലേമിലേക്കുള്ള വഴിയിൽ വെച്ച് യേശുവിനോട് പറഞ്ഞു, നിനക്ക് കുരിശുമരണം സംഭവിക്കാതിരിക്കട്ടെ എന്ന്. അപ്പോൾ പത്രോസിനെ യേശു വിളിച്ചത് സാത്താനെ പ്രലോഭക എന്നാണ്. നീ എൻ്റെ വഴിയിൽ നിന്നും മാറി നിൽക്കുക, നിൻ്റെ ചിന്ത ദൈവീകമല്ല മാനുഷികമാണ്. പിന്നീട് നാം ഗത്സമേൻ തോട്ടത്തിൽ വെച്ച് യേശു പ്രാർത്ഥിക്കുന്നതായി കാണുന്നു. പിതാവേ, ഈ മരണത്തിൻ്റെ കാസ എന്നിൽ നിന്നും മാറ്റിത്തരണമേ, എന്നാൽ എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം നിറവേറട്ടെ. ഒരു ദൂതനെ ആശ്വസിപ്പിക്കുവാനായിട്ട് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നു. അവൻ രക്തം വിയർത്ത് വലിയ മാനസികമായ സംഘർഷത്തിൽ ആയിരുന്നു. ശിഷ്യന്മാരുടെ അടുത്ത് നിന്ന് ഉണർന്നിരിക്കുവാനായിട്ട് അവരോട് പറഞ്ഞു, പ്രാർത്ഥിക്കുക, പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാതിരിക്കുവാനായിട്ട് എന്ന് അവരെ ഉപദേശിച്ചു. പിന്നീട് നാം കുരിശിൽ യേശുവിൻ്റെ ഈ പ്രലോഭനം ശക്തമായിട്ട് തന്നിലേക്ക് വരുന്നതായിട്ട് യേശുവിന് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രമാണിമാർ അവനെ പരിഹസിച്ചു. കുരിശിൽ കിടക്കുന്നവനായ യേശുവിനെ നോക്കിക്കൊണ്ടവർ പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, ഇവൻ ക്രിസ്തുവെങ്കിൽ സ്വയം തന്നെ രക്ഷിക്കട്ടെ എന്ന്. പടയാളികൾ അവനോട് പറഞ്ഞു, നീ യഹൂദരുടെ രാജാവാണേ എങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക എന്ന്. വീണ്ടും പ്രലോഭനം കള്ളൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മുൻപിൽ വരികയാണ്. ഒരു കള്ളൻ അവനോട് പറയുകയാണ്, നീ ക്രിസ്തുവല്ലേ, നീ നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന്. കടന്നുപോയ വഴിപോക്കരെല്ലാവരും തലകുലുക്കി ദുഷിച്ചുകൊണ്ട് പറഞ്ഞു, ദേവാലയം നശിപ്പിച്ച് 3 ദിവസം കൊണ്ട് വീണ്ടും പണിയുന്നവനെ നിന്നെ തന്നെ നീ രക്ഷിക്കുക, കുരിശിൽ നിന്നും ഇറങ്ങി വരിക എന്ന്. പുരോഹിതന്മാരവിടെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെ രക്ഷിക്കുവാൻ ഇവന് സാധിക്കുന്നില്ല എന്ന്. ഞങ്ങൾ കണ്ട് വിശ്വസിക്കുന്നതിന് വേണ്ടി മിശിഹായായ നീ ഇപ്പോൾ കുരിശിൽ നിന്നും ഇറങ്ങി വരട്ടെ എന്ന് അവർ പരിഹസിച്ചു. അവസാനം യേശു തൻ്റെ പിതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തേ എന്ന്. യേശു പരീക്ഷയെ അതിജീവിക്കുകയായിരുന്നു അവിടെ. അവനൊരിക്കലും കുരിശിൽ നിന്നും ഇറങ്ങി വന്നില്ല. പ്രത്യുത തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിലേക്ക് അവൻ സമർപ്പിച്ചു. അവൻ തൻ്റെ ജീവനെ വെടിഞ്ഞു. ദൈവം പോലും തന്നെ മരണത്തിൽ നിന്നും രക്ഷിക്കുന്നില്ല എന്ന തിരിച്ചറിവോടുകൂടി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ആഴമായ വിശ്വാസത്തിൽ ശക്തമായ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ദൈവത്തിൽ തൻ്റെ ആത്മാവിനെ, ജീവനെ ദൈവത്തിൻ്റെ കരങ്ങളിൽ, പിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു. ഇതാണ് യേശുവിൻ്റെ വിശ്വാസം. ദൈവത്തിൻ്റെ മുൻപിൽ അടിയറവ് പറയുക, ദൈവത്തിൽ അചഞ്ചലമായ പ്രതീക്ഷയും വിശ്വാസവും അർപ്പിച്ചുകൊണ്ട്, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുക. അതുകൊണ്ടാണ് ദൈവം 3-ാം ദിവസം യേശുവിനെ ഖബറിൽ നിന്നും ഉയർപ്പിച്ചത്. അവന് രക്ഷയുടെ വാഗ്ദാനം നിറവേറ്റി നൽകി. പ്രിയപ്പെട്ടവരെ, പരീക്ഷകളെ അതിജീവിക്കുവാൻ യേശുവിനെ പോലെ നമുക്കും നോയമ്പ് നോറ്റ് ഉപവസിച്ച് നമ്മളുടെ നോയമ്പിൽ അരൂപിയിൽ
ജീവിക്കുവാനായിട്ട് ഇടയാവട്ടെ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുക.